നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിത്രകാരനും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ, ആൽഫ എടമുട്ടം ഹോസ്പീസ്, തൃശൂർ സെന്റർ എന്നിവിടങ്ങളിലെ സജീവ വോളണ്ടിയറുമായിരുന്ന വലപ്പാട് സ്വദേശി ശ്രീരാഗ് UK-യിലെ ബെർമിംഗ്ഹാമിൽ നടത്തിവരുന്ന ജീവിതം മാറ്റിമറിക്കുന്ന നിമിഷങ്ങൾ എന്ന ചിത്രപ്രദർശനം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. ജനന സമയത്തെ മെഡിക്കൽ അശ്രദ്ധയാൽ ഒരു കൈയുടെ ചലനശേഷി കുറയാൻ കാരണമായ എർബ്സ് പാൾസി ബാധിച്ച ശ്രീരാഗ് തൃശൂർ ഫൈനാൻസ് കോളേജിലെ പഠനവും MSW പഠനവും പൂർത്തിയാക്കിയാണ് കഴിഞ്ഞ വർഷം UK-യിലെത്തിയത്. നിലവിൽ ബെർമിംഗ്ഹാം ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ MSc ഇന്റർനാഷണൽ റിലേഷൻസ് പഠനത്തിലാണ് ശ്രീരാഗ്. നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന എർബ്സ് പാൾസി, സെറിബ്രൽ പാൾസി രോഗാവസ്ഥകളെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂടി ഉദ്ദേശിച്ചാണ് ശ്രീരാഗിന്റെ ചിത്രപ്രദർശനം. ശ്രീരാഗിന്റെ ജീവിതവും കലാവാസനയും ആൽഫ സ്പർശം മാഗസിനിൽ മുമ്പ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. ആൽഫ തൃശൂരിൽ നടത്തിയ പല പ്രദർശനങ്ങളിലും തന്റെ കലാവാസന പ്രകടിപ്പിക്കാൻ ശ്രീരാഗിന് അവസരമായിട്ടുണ്ട്. വലപ്പാട് കോഴിപ്പറമ്പിൽ മോഹനന്റെയും ശ്രീനിയുടെയും മകനാണ് ശ്രീരാഗ്. ശ്രീരാഗിന് ഡെയിലി ന്യൂസിന്റെയും SAPCയുടെയും ആൽഫ കുടുംബത്തിന്റെയും അഭിനന്ദനങ്ങൾ. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ പുതിയ അധ്യയന വർഷത്തിൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബുവും കൊല്ലം കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി സ്വപ്നയും കരുനാഗപ്പള്ളി മേഖലയിലെ വിവിധ കോളേജുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിനുമായി ആയുഷ് ക്ലബ്ബുകളും പ്രവർത്തനങ്ങളും നടത്തുന്നതിനായി കോളേജ് അധികൃതരുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിൽ കരുനാഗപ്പള്ളി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ പോളിടെക്നിക് കോളേജിലും പരിപാടികൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ വിദ്യാധിരാജ കോളേജിലും സെപ്റ്റംബർ ആദ്യവാരത്തിൽ തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ബോധവൽക്കരണ ക്ലാസും ആയുഷ് ക്ലബ് ഉദ്ഘാടനവും നടത്താൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.